ആദ്യമായിട്ടായിരിക്കും മമ്മൂക്കയുടെ ഒരു AI വേർഷൻ ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചെയ്യുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്നും പറയല്ല, സൂപ്പറാണ്, ഔട്ട്സ്റ്റാൻഡിങ്, നല്ല സിനിമ, ധൈര്യമായിട്ട് വന്നതാണ്. ഏറ്റവും മികച്ച പടം. ആസിഫ് അലി തകർത്തുണ്ട്. ആസിഫ് അലി സൂപ്പർ താരമല്ല, സൂപ്പർ നടനായി മാറുകയാണ്. പറയാം, ക്ലാസിക് പടമാണ്. രമണികളെ പോലെ മനോജ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഉഗ്രം പടം. ഇന്നത്തെ മുമ്പ് മലയാളം ഉണ്ടായിട്ടാണ്. ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. ഫുള്ളി ഗ്രിപ്പിംഗ് ഫിലിം. ഞാൻ തിയേറ്ററിൽ കാണുക. ഇങ്ങനത്തെ പടം മലയാളം ഉണ്ടായിരുന്നു. രമണികളെ പടം ക്ലാസിക് പടമാണ്. ആസിഫ് അലിയുടെ എല്ലാം സിനിമകൾ കാണാറുണ്ട്. ഇത് പ്രത്യേകിച്ച് നല്ല രസമാണ്. രേഖാചിത്രം സസ്പെൻസാണ്. കാരണം ഒരു കഴിഞ്ഞ പടം മമ്മൂക്കാൻ്റെ പ്ലേസ്റ്റൊക്കെ വേറെ ലെവലിൽ പടമായിരുന്നു. അതിലും ഒരുപാട് വ്യത്യാസമാണ്. കാരണം വെച്ചാൽ കണ്ടിരിക്കുമ്പോൾ ഓരോ രംഗങ്ങളും എന്താണ് സംഭവിക്കണമെന്നൊരു ആകാംക്ഷ, ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ് സിനിമ സമ്മാനിക്കുന്നത്. ട്രാഫിക് കിഷ്കിണ്ട് കാണുന്ന തലവിന് ശേഷം ഗംഭീരമായിട്ട് ആസിഫിക്ക് അഭിനയിച്ചെന്ന് പറയാനായിട്ട് ഈ ജോഫിൻ ചാക്കോയുടെ ചിത്രത്തിലാണ്. ഗംഭീര പെർഫോമൻസ് ആണ് തിയേറ്ററിൽ കാണുന്നത്.